ആയിരിക്കാം. പ്രതികരണം ഒന്ന് ശ്രമിക്കാം. അപ്പുറത്ത് പോലീസേക്ക് കേറ് മെമ്പർ കേറ് മെമ്പർ കേറ് പ്ലീസ് പ്ലീസ് അടച്ച ഷഫീദ്, ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഷഫീദ്? അതായത് റിജിത്ത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഈ മകനെയും അതേപോലെ തന്നെ മകനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത്. ഈ റഷ് കടയിൽ നമുക്ക് കൃത്യമായി അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല, കാരണം പോലീസ് സംസാരിക്കരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ സനന്ദനുമായി പോകുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ട്, സനന്ദനുമുണ്ട്. ഇവർ രണ്ടുപേരും കൂടി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന രീതിയിലൊരു പ്രതികരണം സനന്ദൻ, അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ല എന്ന രീതിയിലൊരു പ്രതികരണം സനന്ദൻ നടത്തിയിട്ടുണ്ട്. ആ ഡ്രാമയ്ക്ക് കുറവൊന്നുമില്ല, ആ ഡ്രാമ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇക്കാര്യത്തിൽ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സജോ ദേവസ്യ കൂടി ചേരുന്നുണ്ട്. സജോ, ഇപ്പോൾ എന്താണ് ഈ സംഭവിച്ചത്? ഷഫീദ്, അതായത് സനന്ദൻ എന്ന ഗോപൻ സ്വാമിയുടെ മകനെയാണ് പോലീസ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പോസ്റ്റ്മോർട്ടത്തിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്, ഇതിന്റെ മറ്റ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളുമുണ്ട്. നേരത്തെ സനന്ദൻ നേരത്തെ സബ് കളക്ടർ സംസാരിച്ചു, ഡിവൈഎസ്പി സംസാരിച്ചു, കുടുംബവുമായി ഒക്കെ സംസാരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ വഴങ്ങിയിൽ ഇപ്പോൾ പോലീസ് ഈ വാഹനത്തിൽ കയറുകയും പോലീസിന്റെ തുടർ നടപടികളുമായി സഹകരിക്കണം എന്നും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള അതിലൊരു ആ ഘട്ടത്തിൽ പോലീസ് വാഹനത്തിൽ കയറാൻ ഒരു വിസമ്മതം പ്രകടിപ്പിച്ചു. പക്ഷെ നിർബന്ധപൂർവ്വം ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. അതിപ്പോൾ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അത് മാത്രമാണ്. ഇപ്പോൾ സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് സനന്ദനെ കൊണ്ടുപോയിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുന്നതിന് ശേഷമായിരിക്കും. അതല്ലെങ്കിൽ തന്നെയും മൃതദേഹം ഇവർക്ക് വിട്ടുകൊടുക്കുന്ന കാര്യങ്ങളടക്കം തീരുമാനം വേണം. ഇവരത് ഏറ്റെടുക്കണം എന്ന് മാത്രമല്ല അവരെ ഇനി നിരീക്ഷണത്തിൽ വെക്കുക എന്നത് പോലീസിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഏതായാലും ഇപ്പോൾ സജോ അതിന്റെ കൂടുതൽ വിവരങ്ങൾ, അപ്ഡേഷനുകൾ എടുക്കും. ഇനിയിപ്പോൾ ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവർ പ്രതികരിക്കാൻ തയ്യാറാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഏതായാലും ഡ്രാമയ്ക്ക് കുറവില്ല. അവസാന നിമിഷവും അത്തരം ചില ഡ്രാമകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അദ്ദേഹം നമ്മളോട് കൂടുതൽ സംസാരിക്കും. ഒന്നുമില്ല, നമ്മൾ കൊണ്ടുപോയില്ല. അല്ല, ഞാൻ അവിടെ നിന്ന് അല്ലല്ലോ, ഒരിക്കലും അല്ല, അല്ലെന്ന് ഉറപ്പ്. പക്ഷെ അല്ലെന്ന് അല്ല, ഞാൻ അവിടെ ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ ചോദിച്ചിട്ട് പറയാം. അല്ല, അതാ ഇപ്പൊ എന്താ പറഞ്ഞത്, പോസ്റ്റ്മോർട്ടം നടപടി അവിടെ പോയതാ. പോയിട്ട് അല്ല, PM നടപടി നടക്കുന്നിടത്തേക്കാണ് പോയതെന്നാണ് എനിക്ക് കിട്ടിയത് വിവരം. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജിയാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് സനന്ദനെ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അതിനുവേണ്ടി കൊണ്ടുപോയി. സ്വാഭാവികമാണ്, ഒരു ബന്ധു വേണം, ഒപ്പിട്ട് റിസീവ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ ആവശ്യമുണ്ട്, അതിനുവേണ്ടി കൊണ്ടുപോകുന്നതായിരിക്കാം. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് അക്കാര്യങ്ങളൊക്കെ ഉള്ള അന്വേഷണത്തിന്റെ വഴികളിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ കൈമാറുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കസ്റ്റഡി ഒന്നുമല്ല എന്നുള്ളത് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഔദ്യോഗികമായി മാധ്യമങ്ങളോട് സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. ഏതായാലും ഈ ബന്ധുക്കളുടെ അടക്കം ബൈറ്റുകൾ, പ്രതികരണം ഇനി ക്കേണ്ടതായിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഇപ്പോൾ വീടിനകത്തേക്ക് കയറി പോയിട്ടുണ്ട്. അങ്ങനെ കൂടി ചില കാര്യങ്ങൾ കൂടി ഇവിടെ നടക്കുന്നു. ഏതായാലും ഈ നടക്കുന്ന ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, പ്രത്യേകിച്ച് ഈ സ്ഥലം പോലീസിന്റെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അത് പൂർത്തിയായി. മാത്രവുമല്ല, അതിന് പിന്നാലെ കൂടുതൽ കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ അക്കാര്യത്തിൽ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം പോസ്റ്റ്മോർട്ടമാണ്. പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ബന്ധുവിന്റെ സാന്നിധ്യം അത് സാധാരണ നടപടിക്രമമാണ്. പക്ഷേ അതിൽ സനന്ദനൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ് നമുക്ക് അക്കാര്യത്തിൽ വീണ്ടും ഒരു ക്രോസ് ചെക്കിങ്ങിലേക്ക് പോകേണ്ടി വന്നത്. അത് നടന്നു. പക്ഷേ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ അതൊരു കസ്റ്റഡി ഒന്നുമല്ല, പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് സനന്ദനെ കൊണ്ടുപോയി, ബന്ധു എന്ന നിലയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് അതിൽ പറയുന്ന കാര്യം. അതിലും കൂടുതൽ വ്യക്തത ഉൾപ്പെടെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ റിജിത്തിൽ നമ്മൾ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇനി ഇക്കാര്യത്തിൽ നിർണായകമായ കാര്യങ്ങൾ പലതിനും വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് നീക്കവും പോലീസിന്റെ തുടർ നീക്കങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്.